പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി സംസ്ഥാനത്തെ പ്രതിപക്ഷ കക്ഷിയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സിപിഎമ്മും സിപിഐയും തമ്മിലുള്ള ഭിന്നതയും പോരും പരസ്യമായ തെരുവ് യുദ്ധത്തിലേക്ക്. പ്രതിപക്ഷ ഉപനേതാവ് പദവി സിപിഎമ്മിന് തന്നെയായിരിക്കുമെന്നും ആ പദവിയിലേക്ക് സിപിഎം നേതാവിന്റെ പേര് നിർദ്ദേശിച്ച് സ്പീക്കർക്ക് കത്ത് നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വെട്ടിത്തുറന്ന് പറഞ്ഞതിന് പിന്നാലെ ശക്തവും രൂക്ഷവുമായ ഭാഷയിൽ മറുപടിയുമായി സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തി. പിണറായി വിജയന്റെ പ്രസ്താവന അദ്ദേഹത്തിന്റെ പദവിക്കും രാഷ്ട്രീയ പക്വതയ്ക്കും നിരക്കുന്നതല്ലെന്ന് തുറന്നടിച്ച ബിനോയ് വിശ്വം സിപിഐയുടെ ആത്മാഭിമാനത്തിന് വിലയിടാൻ ഒരു നേതാവിനും കഴിയില്ലെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു. മുന്നണിയിലെ പ്രധാനപ്പെട്ട രണ്ട് വലിയ കക്ഷികൾ തമ്മിൽ ഈ വിഷയത്തിൽ പരസ്യമായി ഏറ്റുമുട്ടാൻ തുടങ്ങിയതോടെ ഇടതുമുന്നണി സംവിധാനം വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് പ്രതിപക്ഷ ഉപനേതാവ് പദവി സിപിഐക്ക് വിട്ടു നൽകില്ലെന്ന് പിണറായി വിജയൻ ആവർത്തിച്ചു പ്രഖ്യാപിച്ചത്. പ്രതിപക്ഷ ഉപനേതാവ് ആരായിരിക്കണമെന്ന് തീരുമാനിക്കാനും സ്പീക്കർക്ക് ഔദ്യോഗികമായി കത്ത് നൽകാനുമുള്ള അധികാരം പ്രതിപക്ഷ ഉപനേതാവായ തനിക്കാണെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം മുന്നണിയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ സിപിഎമ്മിന്റെ നേതാവിനെ തന്നെയായിരിക്കും ഈ പദവിയിലേക്ക് നിർദ്ദേശിക്കുകയെന്നും സംശയങ്ങൾക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 3 മാസത്തോളമായി ഇടതുമുന്നണിയെയും ഭരണ സംവിധാനത്തെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കി തുടരുന്ന തർക്കവിഷയമാണിത്. എന്നാൽ മുന്നണിയിൽ തർക്കം എത്ര ദിവസം മാസവും നീണ്ടു നിന്നാലും ഈ വിഷയത്തിൽ സിപിഐയുടെ ആവശ്യത്തിന് മുന്നിൽ വഴങ്ങാനോ തങ്ങളുടെ നിലപാടിൽ നിന്നും ഒരടി പിന്നോട്ട് പോകാനോ സിപിഎം തയ്യാറല്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പിണറായി വിജയന്റെ വാക്കുകൾ. എന്നാൽ പിണറായി വിജയന്റെ ധാർഷ്ട്യം നിറഞ്ഞ ഏകപക്ഷീയ നിലപാടിനെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് തൊട്ടു പിന്നാലെ ബിനോയ് വിശ്വം വ്യക്തമാക്കി. തർക്ക വിഷയങ്ങളിൽ മുന്നണിയിലുള്ള സഹകക്ഷികളോട് ആലോചിക്കാതെ ഏകപക്ഷീയമായി പ്രസ്താവന നടത്തുന്നത് പിണറായി വിജയൻ വഹിക്കുന്ന പദവിക്ക് യോജിച്ചതല്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പിണറായി വിജയനെ പോലൊരു മുതിർന്ന നേതാവിൽ നിന്നും ഇത്തരമൊരു നിലപാട് പ്രതീക്ഷിച്ചതല്ല എന്നും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ സിപിഐ തയ്യാറല്ലെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. എൽഡിഎഫിലെ പദവികളും അധികാരങ്ങളും ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രം കുത്തകയായി അവകാശപ്പെട്ടതല്ല എന്ന നിലപാടിൽ സിപിഐ ഉറച്ചു നിൽക്കുകയാണ്. നേരത്തെ പരസ്യമായി ഉന്നയിച്ച ആവശ്യത്തിൽ നിന്നും പിന്നോട്ട് പോകുന്നത് സിപിഐക്ക് വലിയ മനോവിഷമവും നാണക്കേടും ഉണ്ടാക്കുമെന്നിരിക്കെ സിപിഎമ്മിന് വഴങ്ങിക്കൊടുക്കുന്നത് സ്വന്തം ശക്തിയെയും പാർട്ടി അന്തസ്സിനെയും ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണെന്ന് ബിനോയ് വിശ്വം കരുതുന്നുണ്ട്. മറുവശത്ത് സിപിഐയുടെ സമ്മർദ്ദതന്ത്രങ്ങൾക്ക് മുന്നിൽ വഴങ്ങിയാൽ അത് പാർട്ടിക്ക് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്നും സിപിഎമ്മും കണക്കുകൂട്ടുന്നു. ഇരു പാർട്ടികളും വിഷയത്തെ സ്വന്തം അഭിമാന പ്രശ്നമായി ഏറ്റെടുത്തതോടെ എൽഡിഎഫ് യോഗം ചേരുന്നത് പോലും നിലവിൽ വലിയ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ഒരു വശത്ത് പ്രതിപക്ഷ ആക്രമണങ്ങളും വിവാദങ്ങളും കത്തുമ്പോൾ മറുവശത്ത് മുന്നണിക്കുള്ളിലെ ഈ വടംവലി ഇടതുപക്ഷത്തിന്റെ ഭാവി രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ എപ്രകാരം ബാധിക്കുമെന്ന ആശങ്കയിലാണ് അണികളും അനുഭാവികളും. എന്തായാലും പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പദവിക്ക് അങ്ങനെ എന്തെങ്കിലും ക്യാബിനറ്റ് പദവിയോ പ്രത്യേക ആനുകൂല്യങ്ങളോ ഒന്നും തന്നെയില്ല. പിന്നീട് എന്തിനാണ് ഇത്തരത്തിലൊരു വാശി എന്ന ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട്. എന്തായാലും സിപിഐയും സിപിഎമ്മും തമ്മിൽ നേരിട്ടുള്ള യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്.